ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 47-ാം വാക്യം. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 46 മുതൽ ഇങ്ങനെ വായിക്കുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് പാപമോചനത്തിനായുള്ള മാനസാന്തരം അവൻ്റെ നാമത്തിൽ എല്ലാ ജനതകളോടും പ്രഖ്യാപിക്കപ്പെടുമെന്നാണ്. രക്ഷയ്ക്കും വിശുദ്ധിക്കും മാനസാന്തരം ആവശ്യമാണ്. എന്താണ് മാനസാന്തരം? ഒരാൾ പശ്ചാത്തപിക്കുമ്പോൾ തൻ്റെ പാപഭംഗരമായ ജീവിത രീതികളിൽ നിന്ന് ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ ദിശയിലേക്ക് തിരിയുന്നു. ഒരുവൻ എന്തു പാപം ചെയ്താലും അത് ദൈവത്തിനെതിരായ പാപമാണ്. പശ്ചാത്തപിക്കുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയും കുറ്റബോധം അനുഭവപ്പെടുകയും ചെയ്യുന്നു. യഥാർത്ഥ മാനസാന്തരത്തിൽ പാപം ഒരുവൻ സഹിക്കുന്നതിന് പകരം പാപത്തെ വെറുക്കുകയും ദൈവത്തോട് അനുസരണമുള്ള ജീവിതത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്താപം ദൈവവുമായുള്ള ബന്ധം തുടരുന്നതിനും ദിനംതോറുമുള്ള ശുദ്ധീകരണത്തിനും ആവശ്യമാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവായി ഇതുവരെയും സ്വീകരിക്കാത്ത വ്യക്തിക്ക് മാനസാന്തരം രക്ഷയുടെ ഭാഗമാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നുള്ള തിരുവെഴുത്തുകൾ യേശു ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നു. മാനവരാശിയുടെ പാപങ്ങൾക്കായി യേശു ക്രൂശിൽ മരിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. മരിച്ചടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് രക്ഷ. ഇത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല ജാതികളോടും ഘോഷിക്കപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ നമ്മിൽ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാണ്. എല്ലാവരോടും മാനസാന്തരത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും തുടർന്നുള്ള നിത്യരക്ഷയെക്കുറിച്ചും നാം അറിയിക്കേണ്ടതാകുന്നു. അതാകുന്നു നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.